ഏത് കേസിലാണെങ്കിലും ആ കേസിലകപ്പെട്ട അല്ലെങ്കിൽ കേസ് ഉൾപ്പെട്ട ആൾക്കാർ മാത്രമല്ല, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധി വരുമ്പോൾ അത് ഇത്തരം കേസുകളിൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഞാൻ ആവശ്യപ്പെടുന്നു പറഞ്ഞില്ല, അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ആക്ടിന്റെ ഓഫീസിൽ പോകും ഒന്നാം ഘട്ടം അതിലെവിടെയെങ്കിലും പറഞ്ഞിട്ടേ മതി. മുനിസിപ്പൽ ആക്ട് ഇംഗ്ലീഷും മലയാളം എൻ്റെ ഓഫീസിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, ഭരണസമിതി വളരെ നന്നായിട്ട് കൂടുതൽ ജനപിന്തുണയോടെ അതിനോടനുബന്ധിച്ചുള്ള മുറികളുമെല്ലാം രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളുമെല്ലാം അതത് ജംഗ്ഷനിലെ സ്വാധീനം വെച്ചുകൊണ്ട് കൈയാക്കി. ഞാനതാ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നാൽ 24 മണിക്കൂറിനും ചെയ്യണമെന്ന് കോടതി പറഞ്ഞാൽ പോലും ചെയ്യാൻ അതിന് പ്രിപ്പയറാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് 24 മണിക്കൂറിന് വിധി പേർ കൈ കിട്ടിയ 24 മണിക്കൂറിന് വേണ്ട സത്യപ്രതിജ്ഞ ഞങ്ങൾ പ്രിപ്പയർഡാണ്. തീരുമാനമല്ലേ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ പ്രിപ്പയർഡാണ്. ഇപ്പൊ കോടതിയുടെ വിധിയുടെ സംരക്ഷണയിലാണ് എല്ലാവരും. ഞങ്ങൾ അക്ഷരപ്രിയ അതനുസരിച്ച് അത് നമുക്ക് അത് എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞാൽ പിന്നെ ഒരു വാർത്താ സമ്മേളനത്തിന് സ്കോപ്പില്ല. ഇപ്പൊ നിങ്ങൾക്കും അതിനൊരു തീരുമാനം വരുന്നവരെ കുറച്ച് വാർത്തകൾ കൊടുക്കണമല്ലോ. അപ്പൊ അതിന്റെ സ്കോപ്പ് എല്ലാം തീരും. നമുക്ക് ഒരുമിച്ചാക്കാം. അല്ല, ഞാൻ ആവശ്യപ്പെടുന്നു പറഞ്ഞില്ല, അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഞാൻ പറഞ്ഞത് അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഒരു വിധി വരുമ്പോൾ ഏത് കേസിലാണെങ്കിലും വന്നാൽ ആ കേസിലകപ്പെട്ട അല്ലെങ്കിൽ കേസ് ഉൾപ്പെട്ട ആൾക്കാർ മാത്രമല്ല, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധി വരുമ്പോൾ അത് ഇത്തരം കേസുകളിൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്, സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 101 പേർക്കും ഇത് ആപ്ലിക്കബിൾ ആണോ, മറ്റാരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് വിവരം. പരിശോധിച്ചിട്ട് അവരെ കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉൾക്കൊള്ളിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഇനി നിയമം അതിനെ അനുവദിക്കുന്നില്ല എങ്കിൽ വേണ്ട. കഴിഞ്ഞ 2 യോഗങ്ങൾ പങ്കെടുത്തില്ല. 29 യോഗത്തിൽ പങ്കെടുത്തില്ല. സ്വാഭാവികമായും അയോഗ്യ 2 യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞു രേഖകൾ പറഞ്ഞു. ആരാ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞിട്ട് രേഖകളും അങ്ങനെയല്ല പറഞ്ഞു. കേസ് പാർട്ടുണ്ട്, കേസ് പാർട്ട് നോക്കൂ. അയ്യോ, പരിശോധിക്കട്ടെ. പരാതി കൊടുത്തതിന്റെ അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് ഫോറൻസിക് പരിശോധിക്കും. ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരായോട്ടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞാൻ പറയുന്നത് നിയമപരമായിട്ട് ഇപ്പൊ യാതൊരു തടസ്സമില്ല. ഇനി 29-ാം തീയതി കൗൺസിൽ വരുമ്പോഴേക്കും നമുക്ക് നോക്കാം എന്താ സംഭവിക്കും. നിയമപരമായിട്ട് ഇപ്പൊ യാതൊരു തടസ്സമില്ല. ഞാൻ പറയട്ടെ, അദ്ദേഹം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ട് പറയാം. അദ്ദേഹം തൊട്ട് മുമ്പ് നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു, അതിനു മുമ്പുള്ള കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു, ഏപ്രിൽ മാസത്തിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു, മെയ് മാസത്തിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇത് ഇലക്ട്രോണിക് എവിഡൻസും ഉണ്ട്, അല്ലാതെ ഫിസിക്കൽ ഉണ്ട്. ആർക്കുള്ള പരിശോധന. ഓക്കെ, കഴിഞ്ഞു. അദ്ദേഹം കഴിഞ്ഞു. പിന്നെ അവർ 2 മാസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു സ്വപ്നം, അതിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല. സ്വപ്നം കാണാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എന്തോ ആര് പറഞ്ഞു? ആക്ട് എന്റെ ഓഫീസിൽ പോകും ഒന്നാം ഘട്ടം അതിലെവിടെയെങ്കിലും പറഞ്ഞിട്ടേ മറുപടി പറയാം. മുനിസിപ്പൽ ആക്ട് ഇംഗ്ലീഷും മലയാളം എൻ്റെ ഓഫീസിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളൂ. അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം ലയബിൾ ടു ആക്ട്. അങ്ങ് വരും, അങ്ങ് ആക്ടില് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ലൈൻ കണ്ടു 2 വർഷം ഉണ്ട്. കാരണം അതിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാലാവധിയിൽ ഞങ്ങൾ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ആക്ടിൽ അങ്ങ് കാണിച്ചത് ഞാൻ ഓക്കെ. ഇത് നിങ്ങൾ അതിലൊരു കാര്യങ്ങളൊരു വ്യക്തത വരുന്നത് വരെ വാർത്ത കൊടുത്തോളൂ. അത് വ്യക്തത വരും. അതിനുള്ള വാർത്ത കൊടുക്കാനുള്ള സ്കോപ്പ് അടയ്ക്കുന്നില്ല.
എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഭരണസമിതി വളരെ നന്നായിട്ട് കൂടുതൽ ജനപിന്തുണയോടെ 5 വർഷം കൂടുതൽ ഓരോ ദിവസവും നല്ല ജനപിന്തുണയോടെ കൂടും. നിങ്ങളൊക്കെ എവിടെയെങ്കിലും താമസിക്കുന്ന സ്ഥലത്തോ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകണമെങ്കിൽ അറിയിക്കണം. കാരണം എല്ലാവർക്കും സംരക്ഷണം ഒതുക്കിയാണ് മുന്നോട്ട് പോവുകയാണ്. വലിയ ജനപിന്തുണ വരുന്നതാണ്. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞാൻ പറയാം ഒരു മിനിറ്റ് കൂടെ. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പല പാർക്കുകളിലും ഉള്ള ഓഫീസുകൾ അതൊക്കെ തന്നെ പല പാർട്ടി ഓഫീസുകളൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹമൊക്കെ പോയിട്ട് നേരിട്ട് നിന്ന് ഇതെല്ലാം ഇന്നലെ രാഷ്ട്രീയ അതൊന്ന് ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താണ്. അതുകൊള്ളാം, എക്സ്പീരിയൻസ് അദ്ദേഹം തന്നെ ഷെയർ ചെയ്യും. എന്ന കാര്യത്തിലെ പാർക്കുകളുടെ ഒരു സ്ഥിതി വേറെ സൂചിപ്പിച്ചതല്ല നേരത്തെയും. പാർക്കുകൾ അതിനോടനുബന്ധിച്ചുള്ള മുറികളുമെല്ലാം ചില രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളുമെല്ലാം ആ അതത് ജംഗ്ഷനിലെ സ്വാധീനം വെച്ചുകൊണ്ട് കൈയടക്കിയിട്ടുള്ളതാണ്. ഞാൻ ഓരോന്നായി പറയുന്നില്ല. കടകംപള്ളിയിലെ ഒരു ഇഷ്യൂ നേരത്തെ കണ്ടതാണ്. കൗൺസിലർ ജയ രാജീവ് കൈകാര്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ കുറവങ്കോണം ജംഗ്ഷനിലെ പട്ടം താണുള്ള പാർക്ക് കയ്യേറിയിരിക്കുന്നുവെന്ന് അറിയിച്ചത് അവിടുത്തെ കൗൺസിലർ UDF കൗൺസിലർ വൈഷ്ണയാണ്. അതനുസരിച്ച് ഞാനും എന്റെ സഹ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനുമായി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളും തോരണങ്ങളും ഒക്കെ സൂക്ഷിച്ച് ഓഫീസാക്കി മേശയും കസേരയും അലമാരയും ഒക്കെ ഇട്ട് പ്രവർത്തിക്കുക. ആ പാർക്കിനകത്തേക്ക് കയറുമ്പോൾ താഴെ ഇതിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഉണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം താഴെയുണ്ട്. താഴത്തെ നിലയിൽ നമ്മളൊരു അംഗൻവാടി പ്രവർത്തിക്കുക. അംഗനവാടിയിലെ ഏതാണ്ട് 20ഓളം കുട്ടികളെ തിക്കി ഞെരുക്കി ഒരു കൊച്ചു മുറിയിലാക്കിയിട്ടാണ് ഈ മുകളിലത്തെ 2 മുറി രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസായി പ്രവർത്തിച്ചത്. നിങ്ങളെ ഒന്ന് വിളിച്ചുകൂട്ടി ചിത്രീകരിക്കാനൊന്നും മെനക്കെട്ടില്ല. അതിന്റെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറിയെ തന്നെ വിളിച്ചിട്ട് ഇന്ന് ബുധനാഴ്ചയ്ക്ക് മുമ്പ് ഇത് മുഴുവൻ മാറ്റി തരണം, എല്ലാം മാറ്റി ഞങ്ങൾക്ക് കൂട്ടി സുരക്ഷിതമാക്കി മറ്റേതെങ്കിലും പർപ്പസിന് ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ അവരതനുസരിച്ച് പാലിച്ചു, മുഴുവൻ നീക്കി തന്നു. അപ്പൊ അങ്ങനെ പടിപടിയായി ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തി വരികയാണ്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് ഒന്നുകൊണ്ട് പോയി. അതോടൊപ്പം ഒരു ചേർത്ത് പറയേണ്ടത് തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ ഡിവൈഡറിനകത്ത് പുല്ല് പിടിച്ചു കിടക്കുന്ന പരാതിയുണ്ട്. ആ പരാതി യഥാർത്ഥത്തിൽ നഗരസഭയെല്ലാം മുൻകാലത്ത് അത് പുല്ല് വെട്ടുന്നതും പരിപാലിക്കുന്നത് ഓപ്ഷനാണ്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ അവകാശം വേണം എന്ന ആവശ്യം. അപ്പോൾ ഞങ്ങളത് ചെയ്യും എന്നവരെ അറിയിച്ചിട്ടുണ്ട്. അതിനോടുകൂടി ഇന്ന് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ തെരുവുനായായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഇന്ന് നമ്മുടെ കനകക്കുന്നില് രാവിലെ നടക്കാൻ പോയിട്ടുള്ള നമ്മുടെ സുരേഷ് കുമാർ IAS വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ നടക്കുന്നവർക്ക് തെരുവുനായുടെ ബുദ്ധിമുട്ടുണ്ട്. അത് നാളെ രാവിലെ തന്നെ നടക്കാനുള്ള അവസ്ഥ. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ നേരത്തെ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് നിയമത്തിന്റെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ കൗൺസിലർമാരല്ല. അതെ, ചെയ്യുന്നവരല്ലേ? അതിന് ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഞാനതാ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നാൽ 24 മണിക്കൂറിനും ചെയ്യണമെന്ന് കോടതി പറഞ്ഞാൽ പോലും ചെയ്യാനായിട്ട് പ്രിപ്പയർ ആണ്. നിങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും. ഇത് ഏത് കാലയളവിൽ? അതായത് ഇന്ന് രാവിലെ 11 മണി മുതൽ 12:40 വരെ. അല്ല കോടതി ആ സമയത്ത് മേയർ ഏതെങ്കിലും വിധത്തിൽ ആക്ട് ചെയ്യരുതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊന്ന് പറയട്ടെ. ആ വിധിയിൽ മേയർ ഏതെങ്കിലും വിധത്തിൽ ആക്ട് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതിനവരെന്താ? അല്ല ശരിയാണ്. താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. ആ സമയത്ത് അവരെന്താ ചെയ്യേണ്ടത്?
ആ സമയത്ത് അവർ കോടതി പറഞ്ഞ കാര്യം ചെയ്യും. കോടതി പറഞ്ഞിരിക്കുന്ന കൗൺസിലർമാർ ആ, അതെ ആ സമയത്ത് വളരെ ക്ലിയർ ആണ് സംശയം. ആ. ഈ പറയുന്നവർ ഈ നിങ്ങൾ ഒരു കാര്യം ചെയ്യാട്ടെ, ഞാൻ ചോദിക്കട്ടെ, അവരെ അങ്ങയുടെ നിരീക്ഷണം അവർ എന്ത് ചെയ്യണമെന്നാണ് സമയത്ത്? അവർക്ക് കൗൺസിലർമാരായിട്ടോ ഈ പറയുന്ന ഡെപ്യൂട്ടി മേയർ അങ്ങനെയൊന്നും ആ വിധിയിലില്ല. അല്ല പറയട്ടെ ഞാൻ പറയട്ടെ, അവര് ആ സമയത്ത് പറയട്ടെ ഒരു മിനിറ്റ് ആ സമയത്ത് മേയർ അല്ല ഡെപ്യൂട്ടി മേയർ അല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കോടതി? ഞാൻ പറയാം നമ്മൾ ഉച്ച ഉയർത്തി എന്ന് പറഞ്ഞിട്ട് വിധി അല്ലാതാവില്ല. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാനില്ലല്ലോ. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ ഈ വിധി. ഞാൻ ഒരു പൂർണ്ണമായിട്ട് പറയാം, ഈ വിധി പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. ആ വിധി ഞങ്ങൾ എത്ര പെട്ടെന്ന് നടപ്പിലാക്കാം. നമസ്തേ.